ഹലോ ഗായ്സ്, എല്ലാവർക്കും മേഡി ബോയ്റ്റിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ നല്ല മഴക്കാറുള്ള ദിവസമാണ്. നമ്മുടെ വീഡിയോ എന്നാലും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോ ഇപ്പോൾ ഗായ്സ് ഇന്നും നല്ല മഴക്കാറുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ആരോ എന്തോ ഫോൺ റിങ് ചെയ്യണ പോലത്തെ സൗണ്ട്. ഇതാരെന്നെ വിളിക്കണേ? നോക്കട്ടെ. ഇത് നമ്മളുടെ ഷിൻജാനല്ലേ? ഇത് ഷിൻജാൻ. എന്താ ഷിൻജാൻ വിളിച്ചേ? ഫ്രാങ്ക്ലിൻ അമ്മ, ഞാനില്ലേ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണ്ട, അങ്ങോട്ടൊന്ന് വരോ? നീ എന്തിനാടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ? ഓക്കെ, ഞാനങ്ങോട്ട് പിക്ക് ചെയ്യാം. അടാ അവനവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പോയി അവിടെ ഇരുന്നിട്ട് എന്തുറ്റാ ചെയ്യണേന്ന് പോലും അറിയില്ല. അപ്പം നമുക്ക് നേരെ പോവാം. ഒക്കെ നമുക്ക് ഓക്കെ നമ്മൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. മച്ചേ തന്നിട്ടിത്. ഓക്കെ, നേരെ പോവാം. അയ്യോ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഓക്കെ, നമ്മൾ നേരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിലും കാര്യങ്ങളും മഴ പെയ്തനെയാണ് നിർത്തിയിട്ട് നടക്കുന്നുണ്ട്. പോണ വഴിയിൽ ഒരു ചെറിയ മഴ. ഷിൻജാൻ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കാനുണ്ടാവും. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഗൈസ്, അതിന് മുമ്പ് നമുക്ക് നമ്മുടെ സോമൻ്റെ വീട്ടിൽ കയറിയിട്ട് സോമനോട് ഒരു സൂപ്പർ ബൈക്ക് തരുമെന്ന് ചോദിക്കാം. നമുക്ക് ഈ ഒരു ഡിഫൻഡർ കൊണ്ടുപോയാൽ അത് ചെറുതായിട്ട് ഇതാവില്ലേ? നമുക്കൊന്ന് പോവാം. ഓക്കെ, വണ്ടിന്ന് അറിയണ്ടേ. അപ്പോൾ ഗൈസ്, നമ്മളുടെ സോമനും കാര്യങ്ങളൊന്നും അവന് മുകളിലായിരുന്നു. അപ്പോൾ ഞാൻ അവനൊന്ന് ഫോൺ എടുത്ത് അവനൊന്ന് കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. അത് അകത്തൊക്കെ എൻ്റെ ചെരുപ്പുമ്മ ഫുള്ളും ചെളിയായിരുന്നു. ആടാ സോമ, ഇല്ല എനിക്ക് ഒരു സൂപ്പർ ബൈക്ക് വേണം. ഇല്ലടാ, എനിക്ക് ഒരു സൂപ്പർ ബൈക്ക് വേണം. ഞാൻ ഷിൻജാനൊന്ന് പിക്ക് ചെയ്യാൻ പോവാ. അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വന്നിട്ടുണ്ട്. അവൻ ശരിക്കും ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലായിരുന്നു. അവൻ ഇങ്ങോട്ട് ഒന്ന് വന്നതാ. അവിടെ പുതിയ അപ്ഡേറ്റിൽ ട്രെയിനൊക്കെ അവിടുത്തെ ഡെവലപ്പർ ബിൽഡ് ചെയ്തില്ല. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആടാ ഫ്രാങ്ക്ലിനെ നമുക്കൊക്കെ നോക്കാം. എന്താണ് ഇതൊക്കെ ഒരു കാര്യമാണോ? ഇതൊന്നൊരു കാര്യമൊന്നുമല്ല. ശരിക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ നിൻ്റെ വണ്ടിയൊന്നും ഞാൻ എടുക്കണ്ട കേട്ടോ. എടുക്കട്ടെ? അടുത്തോടെ ഒരു കുഴപ്പമില്ല. നീ എടുത്തോ, പോയിട്ട് എടുത്തോ. ഒരു കുഴപ്പമില്ല. ഓക്കേടാ, താങ്ക് യു. ഓക്കെ, നമ്മളുടെ സോമൻ. അല്ലടാ ഫ്രാങ്ക്ലിന്, നീ എന്തിട്ടാടാ ഒരു ഭീകര ജീവിൻ്റെ മാസ്ക് ഇട്ട് വന്നേക്കണ? അപ്പം നിനക്ക് മനസ്സിലായി ഞാൻ മാസ്ക് ഇട്ടാന്ന്. അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് ആരോടും പറയരുത് കേട്ടാ. പറഞ്ഞാൽ പരിപ്പളക്കും ഞാൻ. അവിടെ കിടക്കങ്ങട് ഉറങ്ങാറുന്നേരം. ഓക്കെ, നമുക്ക് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഗാരേജിലുണ്ടാവും ചിലപ്പോൾ. അവൻ എപ്പോഴും അവിടെ ഒരു ZX10R പാർക്ക് ചെയ്യാറുണ്ട്. നമുക്കൊന്ന് അപ്പുറത്തേക്കും പോയി നോക്കാം. ഓക്കെ, നമ്മങ്ങനെ ഗാരേജിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവൻ്റെ ബാക്കിലത്തെ ഓക്കെ ZX10R അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കീയും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കത് കയറാം. ഷിൻജാനവിടെ ചിലപ്പോൾ നോക്കാം ഗൈസ്. നമുക്ക് നമ്മളുടെ വീട്ടിൽ പോയിട്ട് ഒരു സെക്കൻഡ്. നമുക്ക് കുറച്ച് ഇതുണ്ട്. ഇപ്പം വീട്ടിലേക്കൊന്നും പോകണ്ട. നമുക്കൊരു കാര്യം ചെയ്യണ്ടേ? നമുക്ക് നനയൂല അവിടെ എത്തുമ്പോഴത്തേക്കും. പെട്ടെന്ന്
പിയിലെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിൽക്കണ്ടെന്നാ തോന്നണേ. ഓക്കെ നോക്കാം. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ വണ്ടിയും കാര്യങ്ങളും പാർക്ക് ചെയ്തിട്ട് ഷിൻജാൻ അവിടെ പോയി ഇതേ ബാക്കിലിരിക്കണം. അവിടെ ഷിൻജാനെ വണ്ടിയിൽ വന്ന് കയറി. ഓക്കെ ഫ്രാങ്ക്ലിനാണ് എന്നാ ഒന്ന് കയറണമെന്ന് ചോദിച്ചാടി. ഫ്രാങ്ക്ലിനാണ് എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ നല്ല വിശേഷം. ഫ്രാങ്ക്ലിനാണ് അങ്ങനെ പുതിയ ബൈക്ക് എടുത്തതാ? അല്ലട നമ്മളുടെ സോമൻ്റെ വണ്ടിയാ. അടങ്ങ എൻ്റെ പൊന്നോ, നിന്നോട് ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞില്ല? കുറെ നേരം പറഞ്ഞിരിക്കണ്. ഇപ്പം വണ്ടിടിച്ചില്ലേ? അവനക്ക് എന്ത് പറ്റിയ എൻ്റെ പൊന്നോ എന്നൊക്കെ പെട്ടെന്ന് ഷിൻജാനെ പോയി പൊക്ക. ഓക്കെ ഇവനെ ഒന്ന് പൊക്കിയെടുക്കാം. ഇവനക്ക് എന്ത് ഭാരമാണിത്? അവിടെ നീ ഫുഡ് കഴിക്കുന്നത് എത്ര? നീ അത്ര ഗ്രാം ഫുഡ് കഴിക്കും ഒരു ദിവസം? നമ്മളുടെ അടുത്തുണ്ട്. നേരെ നമുക്ക് നമ്മളുടെ ബൈക്കിൽ കയറാം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാ. അല്ലെങ്കിൽ ഇവൻ്റെ അന്ത്യമായിരിക്കുന്നു. ഇവനോട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞതാണ്. ഇവൻ മിണ്ടാണ്ട് നിന്നില്ല. എൻ്റെ കോൺസെൻട്രേഷൻ പോയി പെട്ടെന്ന് വണ്ടി ഇടിച്ച്. എൻ്റെ പൊന്നോ, ദേ കാണുന്നു ഹോസ്പിറ്റലിൽ. ദേവോടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രി ഹോസ്പിറ്റലാണിത്. ഓക്കെ നമുക്ക് ഇവിടെ ഷിൻജാനൊന്ന് കാണിക്കാം. നമ്മ ഷിൻജാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. ഓക്കെ നമുക്കത് കയറാം. അതൊക്കെ കയറാം. യെസ് കയറി ഇല്ല. കേസ് ഞങ്ങളുടെ ഷിൻജാനും കാര്യങ്ങളും ഞങ്ങളുടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഫ്രാങ്ക്ലിനാണ് ഞാൻ അതല്ല ചോദിക്കാൻ വന്നേ. ഫ്രാങ്ക്ലിനാന്ന് വെച്ചാൽ എന്തിട്ടത് കുരങ്ങനെ മോന്തയാ? ഇത് നമ്മളുടെ ഒരു മാസ്ക് ഇട്ടതാ. പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടതാ. നമുക്ക് വീട്ടിൽ പോയിട്ട് മാറ്റിയാൽ പോരാ. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി കയറിക്കോ. അവിടെ നീങ്ങി മിണ്ടാണ്ട് കിട്ടുക അവിടെ തന്നെ മുമ്പ്. ഓക്കെ ഷിൻജാൻ നമ്മളുടെ ജാക്കിനൊക്കെ എങ്ങനെ ഉണ്ടാ? എന്താ തേർട്ടേലത്തെ ജാക്കിനൊന്നും കുഴപ്പമില്ല, പേടിക്കണ്ട. ഓക്കെ നമുക്കൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഷിൻജാനെ. ഓക്കെ അണ്ണാ, പോകുമ്പോൾ ഒരു ചായയും ബിസ്ക്കറ്റും. എനിക്കൊരു അപ്പുറത്ത് ഹോട്ടലല്ലേ അണ്ണ, എനിക്കൊരു കുഴിമന്തി വാങ്ങിച്ചു തരാമോ? പോടെ ഷിൻജാൻ അവിടുന്ന്. നീ തീറ്റപ്രാന്തനാണല്ലേ? അല്ലെങ്കിൽ ഞാനെല്ലാം അവിടുന്ന് പൊക്കിയപ്പോഴും നീ തീറ്റപ്രാന്തനാണെന്ന് മനസ്സിലായി. എന്ത് വെയിറ്റ് ആയിരുന്നാളോ എനിക്ക്. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ. ഞാൻ എങ്ങോട്ടൊക്കെ വരുന്നത്? പെട്രോൾ പമ്പിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ വീട്. എൻ്റെ പൊന്നോ എൻ്റെ പൊന്നോ, ഇതെന്താണിത്? ഇവിടെ ഫുള്ള് ഇതാണുള്ള വഴി മനസ്സിലാവണല്ലോ, മഴയായിരുന്നു. നീ ആരവണ്ണ? നിനക്കെന്താണ് ഇവിടെ പണി? ചേട്ടാ ഒരു ലിഫ്റ്റ് തരുമോ ചേട്ടാ? ഒന്ന് പോയോ? അല്ലെങ്കിൽ തന്നെ ഒരു ചെയ്തിട്ടാണ് നിൽക്കണേ. അപ്പോഴാണ് നിൻ്റെ ഒരു ലിഫ്റ്റ്. ഒന്ന് പോയേ. ഓക്കെ ഷിൻജാനെ കയറിക്കോ. നമ്മളുടെ ബൈക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഞാനൊന്ന് ഷിൻജാന് ഒന്ന് നോക്കിയതാ ബാക്കിലുണ്ടോയെന്ന്. അപ്പോൾ ആ സ്റ്റിക്ക് പോകുമ്പോൾ അപ്പം ഞാൻ ഇറങ്ങി. ഈ പെണ്ണ് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യണ്. ഈ പെണ്ണിനൊന്ന് കൊല്ലാം നമുക്ക്. ഈ പെണ്ണ് കുറേ നേരമായി. ഓക്കെ നമ്മൾ ഈ പെണ്ണിനെ കൊന്നിട്ടുണ്ട്. കുറേ നേരമായി നമ്മളുടെ എന്തി പോയി. ഓക്കെ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ച്
എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ബൈ ബൈ.